പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ കണ്ടതാണിത്. അതിനകത്ത് ലൈറ്റ് ഓഫ് ചെയ്തെങ്കിലും അച്ഛൻ ലൈറ്റ് ഓഫ് ചെയ്തു. ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ നിങ്ങൾക്ക് അനുമാനിക്കാം ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണ് മേൽവശം കാണാതിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതേ ഓസ്തി മൊത്തത്തിലാണല്ലോ ലൈറ്റ് ഓഫ് ആക്കപ്പെടേണ്ടത്. അപ്പം പിന്നെ ഇവിടെ എങ്ങനെയാണ് ഈ കുഞ്ഞാട് ഇവിടെ ഇങ്ങനെ എഴുന്നള്ളിയിരിക്കുന്നത്? ഒന്നും വിശ്വസിക്കാൻ പറ്റിയ സൈഡ് വശത്ത് മുഴുവനും ഈ തിരുരക്തത ഇങ്ങനെ ഇതുവരെ ഉണ്ടായിരുന്ന അതേ തിരുവോസ്തിയാണ് ഇത്രയും കട്ട പിടിച്ച് ഇവിടെ എല്ലാം വന്നിരിക്കുന്നു. ഈ ഗ്യാപ്പിൽ രക്തമില്ല. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇത് കൂടെ എല്ലാം രക്തം ഇങ്ങനെ ഒഴുകിയതായിട്ടാണ് ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. എനിക്ക് എങ്ങനെ ഇത് നിങ്ങൾക്ക് വിശദീകരിക്കാൻ പറ്റും? ഓസ്തി ഓഫാക്കുകയാണെങ്കിൽ ഈ ഭാഗം മാത്രമല്ല ഓഫാകുന്നത്, മൊത്തം താഴെ വരെയും ഉള്ള ഓഫാകുകയാണല്ലോ ചെയ്യുന്നല്ലേ. കുഞ്ഞാടിൻ്റെ ആ അലുക്ക് പിടിപ്പിച്ചതൊക്കെ അത് എങ്ങനെയാണ് കാണുന്നതെന്ന് ചോദിച്ചാൽ അത് എങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റും? ഇയാൾക്ക് നിങ്ങൾ നേരത്തെ ഒറിജിനലായിട്ടുള്ളത് ഇവിടെ വെച്ചിരിക്കുന്ന കണ്ടാണല്ലോ. അതെ, ഈ കാലെല്ലാം മടക്കി, കുഞ്ഞു കാലെല്ലാം മടക്കി ഈശോയുടെ ഈ കുഞ്ഞാടിൻ്റെ മുഖം ഇവിടെ ഇങ്ങനെ, പിന്നെ അതിൻ്റെ പുറത്ത് കൊടി. ഇതൊക്കെ എങ്ങനെ വിവരിക്കും? നേരത്തെ കണ്ടിരുന്ന അതേനകത്ത് ഇതൊന്നും കാണുന്നുണ്ട്. ഇതിനകത്ത് വെള്ള ഓസ്തിയെ കാണുന്നുണ്ട്. ഡെക്കറേഷനൊക്കെ ഉണ്ട് കേട്ടോ. സ്വർഗമാണ് ഇത് ചെയ്യുന്നതെങ്കിൽ കുഞ്ഞാടിരിക്കുന്നതിന് ഡെക്കറേഷൻ ഉണ്ടാകാതെ എങ്ങനെ ഇരിക്കും? നമ്മുടെ ഈശോ അല്ലേ. ഐ ലവ് യു ലോർഡ്. ഈ തിരുരക്തം എനിക്കായി ചിന്തിയതാണെന്ന് ഓർക്കുമ്പം, ഞാൻ എന്നിട്ടും ഒരു മഹാപാപിയായിട്ട് ജീവിക്കുന്നത് ഓർക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട്. ഈശോ, മാനസാന്തരത്തിൻ്റെ അരൂപി എനിക്ക് തരണേ എന്ന് യാചിക്കുന്നു. എൻ്റെ മകൾക്കും ഹസ്ബൻഡിനും ഞാനായിരിക്കുന്ന ഒരു അമ്മ എന്നുള്ള രീതിയിൽ അനുഭവിക്കുന്ന വിഷമം അനുഭവിക്കുന്ന സകലരെയും അങ്ങ് നോക്കണമേ. മാതാപിതാക്കൾ, എൻ്റെ ഇതേ അവസ്ഥയിലിരിക്കുന്ന മാതാപിതാക്കളുണ്ട്. എൻ്റെ മകളെപ്പോലെ ഹസ്ബൻഡിനെ പോലെയുള്ള കുദാശയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന മക്കളുണ്ട്. ആൾക്കാരെല്ലാം ഈ കുഞ്ഞാടിൻ്റെ തിരുരക്തത്താൽ കഴുകി വിശദീകരിച്ച് വീണ്ടും കൂട്ടിക്കൊണ്ട് വരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കുഞ്ഞാടെ, ഞാനങ്ങേ സ്നേഹിക്കുന്നു. ഈ ഓസ്തിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ആരാ ഈശോയെ ഉള്ളത്? ഹല്ലേലൂയ. യേശുവെ സ്നേഹിക്കുന്നു, ഞാനങ്ങേ സ്നേഹിക്കുന്നു. എൻ്റെ ജീവൻ്റെ ജീവനാണങ്ങ്, എൻ്റെ സർവസ്വവുമാണങ്ങ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ, അങ്ങ് എൻ്റെ ജീവനാണ്, എൻ്റെ എല്ലാമാണ്. എൻ്റെ ശരീരത്തിലെ ഓരോ സെല്ലുകളോടും കൂടെ ഞാനങ്ങേ സ്നേഹിക്കുന്നു. ഒരു മാറ്റമില്ല ഈശോയെ. മരിക്കുന്ന വരയ്ക്ക് ഞാൻ സ്നേഹിക്കും. മരിച്ചു കഴിഞ്ഞ് വീണ്ടും സ്നേഹിക്കും ഈശോയെ. അങ്ങ് എൻ്റേതാണ്, എൻ്റേത് മാത്രമാണ് ഈശോയെ. ഇതെല്ലാവർക്കും പറയാനിടയാകട്ടെ ഈശോയെ. അങ്ങ് എൻ്റേതാണെന്ന് വിശ്വാസമില്ലാത്തവർ പറഞ്ഞ് വിശ്വാസത്തിലേക്ക് വരുമാറാകട്ടെ ഈശോയെ. എൻ്റെ മകളുടെ പേര് ഡെൽഫീന പറഞ്ഞേൽപ്പിക്കുന്നു. ഹസ്ബൻഡ് ജൂലിയാനോ അന്റോണിയോ ഡൽമോറോ പറഞ്ഞേൽപ്പിക്കുന്നു. ഇവിടെ കുഞ്ഞാടിൻ്റെ പക്കലേക്ക് ഏൽപ്പിക്കുന്നു. ഈ അരളിക്കയിൽ ഈ ഒഴുകിയിറങ്ങുന്ന തിരുരക്തത്തിൽ ഞാൻ ഏൽപ്പിക്കുന്നു ഈശോയെ. എൻ്റെ പ്രയർ ഗ്രൂപ്പിൽ മിറക്കിൾസ് ആൻഡ് ഹീലിങ്ങിലുള്ള എല്ലാ ആൾക്കാരെയും സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് എൻ്റെ ഗ്രൂപ്പിൽ ഒരാൾ മേജർ ഓപ്പറേഷൻ ആയിരിക്കുന്നു. അത് നാളെ തന്നെ അവർ സൗഖ്യപ്പെട്ട് വരണമേ. ഇതിപ്പോൾ ഞാൻ അവരുടെ മേളിൽ പരിശുദ്ധാത്മാവ് സ്പർശിക്കുന്നതായിട്ട് ഞാൻ അറിയുന്നുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളില്ലാത്ത ഒരു മകനുണ്ട്, അതിൻ്റെ അമ്മ ഈ ഗ്രൂപ്പിലുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. 9 വർഷങ്ങളായി കുഞ്ഞിനെ വേഗം കൊടുക്കുന്നതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി ഞങ്ങൾ അർപ്പിക്കുന്നു. ചോദിക്കുന്നതിന് മുൻപ് തന്നെ ലഭിച്ചു എന്ന് വിശ്വസിച്ചുകൊണ്ട് സ്തുതിഗീതങ്ങൾ അർപ്പിക്കുമെന്ന് അങ്ങ് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ആ മകന് വേണ്ടി സ്തുതിഗീതം അർപ്പിക്കുന്നു. കുഞ്ഞിനെ ഞാൻ അവന് വേണ്ടി ഈശോയെ അങ്ങയുടെ കയ്യിൽ നിന്ന് ഞാൻ സ്വീകരിക്കുന്നു. പിന്നെ ഈശോയെ, ജോലിയില്ലാത്തൊരു മകള് ദുബായിലാണ്, 2 വർഷമായി. ഇപ്പം കിട്ടും, നാളെ കിട്ടുമെന്നും പറഞ്ഞ് കാത്തിരിക്കുന്നൊരു ജോലിയുണ്ട്. ഇതുവരെ ഒന്നും ആയിട്ടില്ല. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ അന്ധകാരത്തിൻ്റെ ശക്തികളും ഈ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ, അതിൻ്റെ കഴിവിനാൽ ഞാൻ ഉന്മൂലനാശം ചെയ്യുന്നു. ഈ അടുത്ത ആഴ്ച തന്നെ അവരെ വിളിച്ച് ജോലിക്ക് ഏർപ്പാടാക്കുവാനായിട്ട് ഇടയാക്കണമേ. എവിടെയാണെന്നറിയില്ല ഈശോയെ, അങ്ങത് ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. എല്ലാ ബന്ധനങ്ങളും വിട്ടുപോട്ടെ. ഈ ഗ്രൂപ്പിലുള്ള ആൾക്കാരുടെ ജോലിയില്ലാത്ത മറ്റവസ്ഥകളും പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം സമർപ്പിക്കുന്ന കർത്താവേ. മക്കളെ, ഈ കുഞ്ഞാടിനെ നിങ്ങൾ നോക്കിയേ, എന്താ ക്ലിയറായിട്ട്. നേരത്തെയൊക്കെ ഇത് തിരുവോസി നമ്മൾ കണ്ടപ്പോൾ അങ്ങനെ കാണുന്നുണ്ടായില്ലേ. ഞാനിതൊന്ന് ഇപ്പോൾ അവിടെ നിന്നുള്ളത് കഴിഞ്ഞു. എന്താണെങ്കിലും ഞാനിതിനെ ഒന്ന് ബാക്കിലോട്ടാക്കാം അല്ലേ. ബാക്കിലോട്ടാക്കി ഈ തിരുവോസ്തിയാണ് നിങ്ങൾ കണ്ടത് കേട്ടോ. ഈ തിരുവോസ്തിയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അങ്ങനെ ആ സൈഡ് വശത്തെ രക്തവും ഇല്ല, കുഞ്ഞാടും ഇല്ല. നിങ്ങൾ വല്ലതും കാണുന്നുണ്ടോ? ഞാനൊന്നുമേ കാണുന്നില്ല. നമുക്കിപ്പോൾ ഇത് പിടിച്ചുകൊണ്ടിരിക്കാം. എങ്ങനെ ഇത് പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ് എനിക്ക് ഭയങ്കര സംഭവമായിട്ടിരിക്കുന്നത്. വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്
അപ്പോൾ നമുക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതാണ്. പിന്നെ അതേ അവസ്ഥയാണ് ഇപ്പം തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളെ ഇത് എങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കും? വിശ്വാസമില്ലാത്തവനും വിശ്വാസം ജനിപ്പിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഞാൻ വിശ്വസിക്കുന്നു. ഇത് കാണുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ ദൈവത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഇവിടെ മാത്രം എങ്ങനെയാണ് അച്ഛൻ ലൈറ്റ് ഓഫാക്കിയെങ്കിൽ ഇവിടെ മാത്രം ഓഫായി, അപ്പോൾ ഈ തിരുവോസ്തിൻ്റെ ഇത്രയും ഭാഗം ഓഫായില്ലെന്നാണ് നിങ്ങൾ പറയുന്നത്. തിരുവോസ്തി ഇവിടെ മാത്രമല്ല കേട്ടോ. ഈ തിരുവോസ്തി ഇവിടുന്ന് തുടങ്ങി ഇവിടം വരെയാണ്. എൻ്റെ കയ്യിൻ്റെ പോക്കും നിങ്ങൾ നല്ല കണ്ടോ? ഇവിടം വരെയാണുള്ളത്, അല്ലാതെ ഇവിടം വരെ അല്ലല്ലോ തിരുവോസ്തി. വെള്ളം മാത്രമല്ലല്ലോ, ഇവിടം വരെ ഇരിക്കുകയല്ലേ, കണ്ട. അപ്പം ഇതാണ് നമ്മുടെ ഈശോ നമുക്ക് വേണ്ടി ഡെയിലി ചെയ്തു തരുന്ന മിറക്കിൾ. എനിക്ക് ഇതെങ്ങനെയാണ്, ഞാൻ എപ്പോഴും ഇങ്ങനെ എന്നത് ഇവിടം കണ്ടില്ല. ഈ ലൈറ്റ് ഓഫ് ചെയ്തെങ്കിൽ പിന്നെ ഇത്ര സ്ഥലം എങ്ങനെയായി വെള്ളി പോലെ ഇങ്ങനെ വെളുത്തിരിക്കുന്നത്? ഇതാണേലും 2 ഷെയ്ഡ്. ആദ്യം ഞാൻ വിചാരിച്ചിങ്ങനെ ഈശോ കണ്ണ് പൊട്ടിയിരിക്കുന്ന നമുക്ക് തോന്നി. പിന്നെ ഇവിടെ വേറൊരു ഷെയ്ഡ്, ഇവിടെ ഒരെണ്ണം, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വേറെ. അത് തിരുവോസ്തി അവസാനിക്കുന്നത് ഇവിടെയാണ്. നിങ്ങൾ ആ കാര്യം കൂടെ ഒന്ന് ചിന്തിച്ചോളൂ. ഇത്ര ഇടയ്ക്കാണ് തിരുരക്തം വരുന്നതുള്ളൂ. അത് നിങ്ങൾ കണ്ടോളൂ. ഇതിനൊക്കെ എന്ത് സമാധാനം പറയും, എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങളേതായാലും അതെന്താണെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചേച്ചാൽ മതി. എന്നിട്ട് അച്ഛൻ ഇത് തിരുവോസ്തി എടുത്ത് മാറ്റുന്നുണ്ട്. ഞാനിത് കഴിഞ്ഞിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണേ. അച്ഛനിത് എടുത്ത് മാറ്റുന്നുണ്ട്. അന്നേരം നമുക്ക് ഒന്നും അറിയുന്നില്ല. കണ്ടോ, കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞു. ഇതാണ് നമ്മൾ ഇച്ചിരി കൂടെ ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്യാം. ഒന്നും കാണുന്നില്ല, തിരുവോസ്തി വൈറ്റായിട്ട് തന്നെ ഇരിക്കുകയാണ്. നമുക്ക് ദൈവത്തിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുന്നു. നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക. ബി ബ്ലസ്ഡ്, സ്റ്റേ ബ്ലസ്ഡ്.